ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ലോങ് വീഡിയോയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. കുറെ കാലം എന്ന് വെച്ചാല് ഒരു വർഷത്തോളം എന്തായാലും ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ലോങ് വീഡിയോ ഇട്ടത്, ഞാനിപ്പോ നോക്കിയപ്പോ ലോങ് വീഡിയോ ഇട്ടത് ജാനുവരിയിലാണ്. ജാനുവരിയിൽ ഉമ്മാന്റെ ബർത്ത്ഡേക്ക് ആയിരുന്നു ഞാനൊരു ചെറിയൊരു വീഡിയോ, നമ്മൾ ചെറിയതായിട്ട് നമ്മൾ മാത്രം ഒരു ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത്. അതിലും ഞാൻ എന്നെ കാണിച്ചിട്ടില്ല, അല്ലാതെ ഉമ്മാന്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്ത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ എന്തായാലും ഒരു വർഷത്തോളം എന്തായാലും ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയാ, ഒരു ഗ്യാപ്പ് വന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കറക്റ്റ് ആണോ, ഞാൻ കുറെ പ്രാവശ്യം റീടേക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത്. എടുത്തിട്ട് എനിക്കെന്തോ ഓക്കെ അല്ലാന്ന് തോന്നും, പിന്നെ ഞാൻ കട്ട് ചെയ്യും, പിന്നെ എടുക്കും. അങ്ങനെ കുറെ നേരം ഞാൻ ഇതിലിങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇതെങ്കിലും സക്സസ് ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മൾ എന്തായിരുന്നു ഇങ്ങനെ ഗ്യാപ്പ് വന്നത്, വീഡിയോ ഇടാൻ എന്താണ് ഇത്രയും ഗ്യാപ്പ് വന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറെ പേര് നമുക്ക് ഇൻസ്റ്റഗ്രാമിലായാലും പേഴ്സണലി ആയാലും ചോദിക്കാറുണ്ട് കേട്ടോ. കാണുമ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് ഡയറക്റ്റ് പരിചയമുള്ളവർക്ക് നമ്മൾ കാണുമ്പോൾ ചോദിക്കും. പിന്നെ ഉമ്മാന്റെ അടുത്ത് കുറെ പേര് ചോദിക്കും. പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇഷ്ടംപോലെ മെസ്സേജ് വരാറുണ്ട്, എന്താ ഇപ്പൊ വീഡിയോസ് ഒന്നും ചെയ്യാത്തെന്നുള്ള മെസ്സേജ് ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അതായത് ഈ ചാനലിന്റെ പേജ് അത്ര അങ്ങോട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല. മൊത്തത്തില് ഒരു ബ്രേക്ക് വന്നുപോയി. അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നമുക്ക് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏകദേശം 10K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴും 10K അബോവ് ഉണ്ട്, 10K പ്ലസ് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. അതിൽ നമ്മൾ എത്രത്തോളം പേര് ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം അത്രയും ഗ്യാപ്പ് വന്നല്ലോ. നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് കാണുന്ന കുറെ പേരുണ്ടായിരുന്നു, സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോന്നും അറിയില്ല. എല്ലാവരും മിക്കവാറും പോയിട്ടുണ്ടാവും. കാരണം ഇത്രയും ഗ്യാപ്പ് വന്നല്ലോ, ഒരു വർഷത്തോളം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരൊക്കെ പോവും. ഇൻഷാ അല്ലാ. അപ്പൊ ഒന്നിന്ന് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ഇത്രയും ഗ്യാപ്പ് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇവിടെ കൊച്ചിയിലാണ് ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിൽ നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് എനിക്ക് എല്ലാം കൂടി അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് 9:30 to 6 ആയിരുന്നു ആ ഒരു വർക്കിംഗ് അവേഴ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയാ ടയേർഡ് ആവും. പിന്നെ എവിടെയെങ്കിലും കിടന്നാൽ മതി, ഉറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയാവും. വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള എനിക്ക് ഒരു ഇത് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മ ഇങ്ങനെ ഇടക്കിടക്ക് പറയും, നമുക്ക് വീഡിയോ ഇടാം, എന്തെങ്കിലും വീഡിയോ ഇടാം, നമ്മൾ എത്രയായി വീഡിയോ ചെയ്യാത്തെന്ന് പറഞ്ഞ ഉമ്മ ഇങ്ങനെ എന്റെ പുറകെ നടക്കുമ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്ത് അങ്ങനെയാണ് ഓരോ ഷോർട്ട് വീഡിയോ വരുന്നത് കേട്ടോ. എനിക്ക് മൊത്തത്തിൽ അങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പോയി എന്ന് പറയാം. കാരണം അത്രയും നമ്മള് ജോലിക്ക് പോയി വരുമ്പോൾ പിന്നെ എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. ശരിക്കും ഒരുപാട് പേര് ജോലിക്ക് പോകുന്നവരായാലും അവര് ടൈം കണ്ടെത്തിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ട്രൈ പോലും ചെയ്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു തരം മടിയാണോ മടുപ്പാണോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറെ കാലം വർക്കിംഗ് ആയതിന്റെ പേരില് പിന്നെ വീഡിയോസ് ഒന്നും ചെയ്യാതെയായി. പിന്നെ നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങ് നമ്മൾ വീഡിയോസ് ചെയ്യും. പിന്നെ അതങ്ങ് നിർത്തി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഒരു മടി കയറും. പിന്നെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ കുറെ ഗ്യാപ്പ് വന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഓഗസ്റ്റ് ആയപ്പോൾ ജോബ് റിസൈൻ ചെയ്തു കേട്ടോ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അതാണ് പറയാനുള്ളത്. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഡിഗ്രി ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ ഓൾറെഡി ഡിഗ്രിക്ക് പോയിട്ടുണ്ട്. എനിക്ക് എക്സാം, ഞാൻ എഴുതാത്ത കുറച്ച് എക്സാം ഉണ്ടായിരുന്നു. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ എക്സാം എഴുതിയില്ല ആ ടൈമില്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ഡിഗ്രി ഒക്കെ ഉണ്ടായിട്ട് എന്താ, എൻ്റെ ഒരു പൊട്ട ബുദ്ധി എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ പകുതിക്ക് ഞാൻ ഇട്ട് കളഞ്ഞു അത്. അപ്പൊ അതിന്റെ ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് എന്റെ ഉള്ളില്. കാരണം ശരിക്കും നമുക്ക് ഇപ്പോഴൊക്കെ പിന്നെ വലിയ കുഴപ്പമില്ല. ഇനി ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞാല് നമുക്ക് എന്തായാലും ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്നുള്ള നിലയിൽ വരും. അപ്പോൾ ഡിഗ്രി പോലും എടുക്കാതെ ഈ +2 വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എത്ര ഡിഗ്രിക്ക് പോയി എന്ന് പറഞ്ഞാലും സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കാര്യമില്ലല്ലോ. ഞാൻ എക്സാം എഴുതിയിട്ടില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റും ഇല്ല.
അപ്പൊ ഞാനിങ്ങനെ ഇപ്പോഴും എന്റെ മനസ്സിൽ ഡിഗ്രി പഠിക്കണം, അങ്ങനെ എനിക്ക് പഠിക്കണം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അത്രയും ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് പിന്നെ പഠിക്കണം എന്നുള്ള മൈൻഡും ഉണ്ടാവില്ല, ഭയങ്കര മടിയായിരിക്കും. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഉമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് പഠിക്കാൻ പോയപ്പോ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ നിനക്ക് ഇവിടെ പഠിക്കാൻ പോയപ്പോ എമ്മിനെ ഞാൻ നോക്കിക്കോളാം, നീ എന്തെങ്കിലും പഠിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും എന്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത വരുന്നത്. എന്നാ പിന്നെ പഠിക്കാൻ പോയാലോ, കാരണം ഡിഗ്രി പോലും ഇല്ലാതെ മുന്നോട്ട് പോയിട്ട് എനിക്കറിയില്ല, എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഡിഗ്രി പോലും ഇല്ലാതെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാതെ മുന്നോട്ട് എത്രയെന്ന് വെച്ച് പോവാനാണ്, അങ്ങനെയൊക്കെയുള്ള ചിന്ത വന്നു. ഞാൻ ബികോം ആയിരുന്നു കേട്ടോ ആദ്യം ചെയ്തത്. അപ്പോൾ ബികോം കംപ്ലീറ്റ് ചെയ്യാത്തതിന്റെ ആ ഒരു റിഗ്രറ്റ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു പിന്നെ ബികോം തന്നെ ചെയ്യാം, ബികോം തന്നെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ചിന്തയിലെത്തി. എനിക്ക് അക്കൗണ്ട്സ് ഒക്കെ കുറച്ച് അത്യാവശ്യം നല്ല താല്പര്യമുണ്ട് കേട്ടോ. അക്കൗണ്ട്സ് ഒക്കെ എനിക്ക് +2 ഞാൻ കൊമേഴ്സ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് അക്കൗണ്ടൻസി ആയിരുന്നു. അങ്ങനെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ലക്ഷദ്വീപുകാർക്ക് ഇവിടെ കേരളത്തിൽ മിക്ക കോളേജിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സീറ്റ് നമുക്ക് റിസർവ്ഡ് ആയിരിക്കും, നമുക്ക് സീറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഓൾറെഡി അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ സേ എക്സാം എഴുതി അവർക്ക് വേണ്ടിയിട്ട് ഒരു അലോട്ട്മെന്റ് വെക്കുമല്ലോ, സേ എക്സാം എഴുതി പാസ്സായവർക്ക് വേണ്ടിയിട്ട് വീണ്ടും അലോട്ട്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ടൈമിൽ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിൽ എന്തോ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഓഗസ്റ്റിലാണോ ജൂലൈ ലാസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, ഓഗസ്റ്റിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഓഗസ്റ്റിലാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോ തലേന്ന് അതിന്റെ ഡേറ്റും കഴിഞ്ഞു, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഉമ്മാന്റെ അനിയത്തിന്റെ ഹസ്ബൻഡ് ടീച്ചറാണ്. അപ്പോ ആളാണ് പിന്നെ അത് ശരിയാക്കി എനിക്ക് തന്നത്. അങ്ങനെ നമുക്ക് ലക്ഷദ്വീപിന്റെ സീറ്റിൽ തന്നെ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള, അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. ലക്ഷദ്വീപിന്റെ സീറ്റിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ഇവിടെ വീടിന്റെ അടുത്ത്, ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരം അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ച കോളേജ്. പിന്നെ അവിടെ കിട്ടണം അങ്ങനെയുള്ള ചിന്തയായിരുന്നു. അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ പഠിച്ചവൻ സഹായിച്ച് നമ്മുടെ സീറ്റിൽ തന്നെ അവിടെ ഞാൻ ഉദ്ദേശിച്ച കോളേജിൽ തന്നെ കിട്ടി. അങ്ങനെ ഞാനിപ്പോ ബികോം സ്റ്റുഡന്റ് ആണ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. 1 മുതലാണ് ഞാനിപ്പോ വീണ്ടും ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തതെങ്കിലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ക്ലാസ്സിലൊക്കെ പോവാറുണ്ട്. ഇപ്പൊ നമുക്ക് സ്റ്റഡി ലീവ് ആണ് കേട്ടോ, സെം എക്സാം ആയി. ഞാൻ സെപ്റ്റംബർ 9 മുതലാണ് ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയത്. ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ 9 മുതലാണ് ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയത്. ഇപ്പോ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക് ആണ്. നമുക്ക് സെമസ്റ്റർ എക്സാം ഇപ്പൊ നവംബർ 5 തുടങ്ങും എന്നാണ്, നവംബർ ഫസ്റ്റ് വീക്കിനുള്ളിൽ തുടങ്ങും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ സ്റ്റഡി ലീവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോ എനിക്ക് ഒരുപാട് ടൈം ഉണ്ട്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു യൂട്യൂബ് എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഉമ്മയും ഇങ്ങനെ പറയുന്നുണ്ട്, അതിലുപരി ഞാനും ഓർത്തു ഇപ്പൊ ഒരുപാട് ടൈം ഉണ്ടല്ലോ, പഴയ പോലെ ആ ഒരു 9 to 6 ഷിഫ്റ്റ് അതൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. എനിക്ക് 9 മണിക്ക് പോയി കഴിഞ്ഞാൽ 2 മണി വരെയാണ് ഇവിടെ ക്ലാസ് ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫ്രീ ആയിരിക്കും. പിന്നെ ഞാൻ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. പിന്നെ അങ്ങനെ വലിയ തലവേദന ഒന്നുമില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ള തോട്ട് വന്നു. അങ്ങനെ കുറേ ദിവസമായി ഞാൻ ഇതിങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് ആലോചിച്ച് ഇന്നാണ് ഞാൻ സത്യം പറഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ജോബ് റിസൈൻ ചെയ്തത് ഞാൻ ഓഗസ്റ്റിലാണ്. ഇപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് ആയി. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പിന്നെ ഞാൻ ആദ്യം ഡിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ ഇഗ്നോയില് ഡിഗ്രി ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെറുതെ ഇയർ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇഗ്നോയില് ജോയിൻ ചെയ്താലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് എന്നെ വലിയ വിശ്വാസമില്ല. കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പോയി തന്നെ പഠിക്കാം. അതാകുമ്പോ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഡിഗ്രിക്ക് എന്റെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റുന്നത്. ഞാൻ ഇതിനു മുൻപ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്, ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പോയി പഠിക്കാൻ പറ്റുന്നത് നല്ലൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു, വൈകിട്ടല്ല ഞാൻ ഉച്ചക്ക് വരും, ക്ലാസ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നു. അപ്പോൾ
സത്യം പറഞ്ഞാൽ നല്ലൊരു സമാധാനമാണ്. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ആത്മാർത്ഥമായിട്ട് ഞാൻ ഇപ്പോഴാണ് പഠിക്കാൻ പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ ലീവ് ഒന്നും എടുക്കാറില്ല, ഇതുവരെ ലീവ് എടുത്തിട്ടില്ല കേട്ടോ. കറക്റ്റ് ക്ലാസ്സിൽ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഉഴപ്പായിരുന്നു ആദ്യം പഠിച്ച ടൈമിൽ. ആദ്യം ചേർന്ന ടൈമിൽ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോയതെങ്കിലും പിന്നെ പിന്നെ എനിക്ക് ഉഴപ്പായി. പിന്നെ വീട്ടിലല്ലല്ലോ, ഹോസ്റ്റലിലൊക്കെ ആണല്ലോ, അപ്പൊ എനിക്ക് ഭയങ്കര മടിയായി. അങ്ങനെയൊക്കെയാണ് ഞാൻ ഡ്രോപ്പ് ചെയ്തത്. പിന്നെ എനിക്ക് പഠിക്കണം എന്നുള്ള ചിന്ത വന്നിട്ടേ ഇല്ല. പിന്നെ ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്ത വരുന്നത്. അപ്പൊ എനിക്ക് ആദ്യം പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നെക്കാളും കുറച്ച് ഏജ് ഗ്യാപ്പുള്ള കുട്ടികളുടെ കൂടെ ആണല്ലോ ഞാൻ പഠിക്കേണ്ടത്. അപ്പോ എങ്ങനെയായിരിക്കും ഞാൻ, ഭയങ്കര എന്താ പറയാ, എന്തൊക്കെയോ ഫീലിങ്സ് ആയിരുന്നു എന്റെ ഉള്ളിൽ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. അടിപൊളിയാണ്, നല്ല വൈബാണ്, നല്ല കുട്ടികളാണ് ക്ലാസ്സിലുള്ളത്. നമുക്ക് ആ ഏജ് ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്യില്ല. നല്ല രീതിയിൽ തന്നെ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ചെയ്യാനായിട്ട്. ഉമ്മ വന്നിട്ട് താഴെ പോയതാണ്. എമ്മി ഭയങ്കര കരച്ചിലായിരുന്നു, അപ്പൊ അത് കാരണം ഉമ്മ താഴോട്ട് പോയി. പിന്നെ എനിക്ക് കുറെ നേരം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് ആ ഒരു തുടക്കം അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ചിരിച്ചു പോവാം, അങ്ങനെ കട്ട് ചെയ്യേണ്ടി വന്നു. തുടക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു സംസാരിച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ ഓക്കെയാണ്, കോൺഫിഡന്റ് ആണ്. ആ തുടക്കത്തിലുള്ള ആ ഒരു ഗ്യാപ്പ് വന്നതിന്റെ ആ ഒരു ചെറിയ പ്രശ്നം അതിപ്പോ മാറിയിട്ടുണ്ട്. അപ്പോ ഇൻഷാല്ലാ ഇനി റെഗുലർ ആയിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഷോർട്ട് വീഡിയോസ് എങ്കിലും ഡെയിലി ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പൊ ഫ്രീ ആണല്ലോ, വേറെ പ്രത്യേകിച്ച് അങ്ങനെ പണികളൊന്നുമില്ല. പിന്നെ ഇൻഷാല്ലാ നമ്മളിനി നാട്ടിലോട്ട് പോകുന്നത് ഒരു ഡിസംബറിലൊക്കെ ആയിരിക്കും. ക്രിസ്മസ് വെക്കേഷനൊക്കെ ആകുമ്പോഴായിരിക്കുമല്ലോ ഇനി പോകാൻ പറ്റുള്ളൂ, കാരണം സ്റ്റുഡന്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കറന്റ് സിറ്റുവേഷൻ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മാക്ക് കാല് വേദന വന്നു കേട്ടോ. ഡിസ്ക് ബൾജാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര കാലുവേദനയാണ്. രാത്രി ഒന്നും ഉമ്മാക്ക് ഉറക്കമില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല, റെസ്റ്റിലാണ്. കുറെ നേരം നിൽക്കാൻ പറ്റില്ല, കുറെ നേരം ഇരിക്കാൻ പറ്റില്ല. കുറച്ച് ഇരിക്കും, ഒരു മണിക്കൂറൊക്കെ ഇരുന്നാൽ പിന്നെ കുറച്ച് കിടക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇപ്പോ ഓക്കെ ആയി വരുന്നുണ്ട്, പക്ഷെ ഫുള്ളായിട്ട് മാറിയിട്ടില്ല, ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോ എവിടെയെങ്കിലും ഒന്ന് മാറ്റി കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ആയുർവേദിക് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കാണിക്കണം എന്നും കൂടി വിചാരിക്കുന്നുണ്ട്. കാരണം ഉമ്മ ഇങ്ങനെ ഉറങ്ങാതെ രാത്രിയൊക്കെ എണീറ്റ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളും ദുആ ചെയ്യുക എത്രയും പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.